കൂട്ടുകാർ, അപ്പൊ ഞാൻ ഇന്നൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. കൂന്തൽ നിറച്ചത്, കണവ നിറച്ചത്. കേസ് നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക് ഇതിന് കണവയെന്നാണ് പറയുന്നത്. ഓരോ സ്ഥലത്ത് ഓരോ പേര്. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അവരോട് നമുക്ക് സവാള കുഞ്ഞുവിനായിരിക്കും, പിന്നെ പച്ചമുളകും, കുറച്ച് ഈസിയാണ് കേട്ടോ ഇത്, കുറച്ചല്ല നല്ല ഈസിയാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അത് കഴിഞ്ഞിട്ട് ഒരു തക്കാളി മതി കേട്ടോ, ആവശ്യാനുസരണം എനിക്കൊന്നും മതി കേട്ടോ. പിന്നെ എന്നിട്ട് നമുക്കാണെങ്കിൽ കണവയുടെ മാംസാവശിഷ്ടങ്ങൾ, അതിന്റെ ചിറക് വാലി എന്തൊക്കെയാണ് കേട്ടോ. പിന്നെ പൊടികൾ, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഇത്രയും പൊടിയും കൂടി ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഇനിയാണ് അടുത്ത ഇത് കേട്ടോ, തേങ്ങ, ജീരകം, കൊച്ചുള്ളി, ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ഇട്ട് അരച്ച് ഇതിനും കൂടെ ആഡ് ചെയ്ത സംഭവം റെഡി ആയിട്ടുണ്ട് കേസ്. ഇത് കണവയ്ക്കകത്ത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി, പക്കയാണ് കേട്ടോ. അപ്പൊ ഞാൻ കണവയ്ക്കകത്ത് ഫില്ല് ചെയ്യാൻ കുറച്ച് പാടുണ്ട്. പിന്നെ ഒരു പച്ച ഏക്കിലും കൂടെ വേണം, അവന്റെ തുമ്പിട്ട് രണ്ട് കുത്തു കൊടുക്കാനാണ് കേസ്. ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെയോ പച്ച ഏക്കിലിയോ കുത്തി കയറ്റിട്ടുണ്ട്, എങ്ങനെയോ എന്റെ സംഭവം റെഡി ആയിട്ടുണ്ട് കേസ്. പാടാണ്, കാണുമ്പോൾ അത്ര ഈസി ഒന്നും അല്ല കേട്ടോ. പിന്നെ ഞാൻ ഇഡ്ഡലി കുട്ടത്തിൽ വെച്ചാണ് വേവിച്ചത്. വേവിക്കുകയോ അവിക്കുകയോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ സംഭവം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചെടുക്കണം കേസ്. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, ഉപ്പ് കാണിക്കാൻ ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ ചേർത്തോണേ, പൊടിച്ചെടുത്ത സാധനം റെഡി. ഇനി ഒരു വാഴയിലാണ് ആവശ്യം. ഞാൻ വാഴയില ഇപ്പോൾ കുറേ നേരം നടന്നു, ലാസ്റ്റ് വാഴയില കിട്ടിയിട്ടുണ്ട്. അതും കൊണ്ട് നേരെ വീട്ടിലിട്ടാണ്. പറഞ്ഞു കഴിഞ്ഞ ഒരു പൂവുണ്ട് കേസ്. ഇത് കണ്ട സൂര്യകാന്തി എന്ന് തോന്നുന്നു, പക്ഷെ സൂര്യകാന്തി ഇല്ല. ഇതിന്റെ പേര് ആർക്കെങ്കിലും അറിയാമോ? നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ എന്റെ കൂന്തൽ നിറച്ചത് അടിപൊളി ടേസ്റ്റാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.